എടാ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് GP ജിയോമെട്രിക് പ്രോഗ്രഷനാണ്. അതിൻ്റെ പുതിയൊരു സാധനം പഠിക്കാൻ പോവുകയാണ്. അതായത് എന്താ പഠിക്കാൻ പോകുന്നത് ആദ്യം പറഞ്ഞേക്കാം. സമ്മാണ് പഠിക്കാൻ പോകുക. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു GP എന്താണെന്ന് നോക്കാം. എന്തായത് GP? 2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 6 എഴുതി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 18 എഴുതി, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 54 എഴുതി. ഇങ്ങനെ ഒരേ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തോ എഴുതി പോയാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? GP. ഈ GPയുടെ 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 10th ടേം, അതായത് ഇങ്ങനെ എഴുതി പോകുമ്പോൾ 10ാമത്തെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. എന്താണ്? AR⁻n−1 അല്ലേ? എന്നിട്ട് നമ്മൾ സൈഡിൽ മറ്റേ എഴുതും. A എത്രയാണ്? A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 2, R എത്രയാണ്? ഈ 6നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആൻസർ 3 കിട്ടും. N എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കാനുള്ളത്? 10. ഇതെല്ലാം കൂടി പെറുക്കിയെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2 × 3⁻10⁻1 2 × 3⁻9. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ 10th ടേം കിട്ടും. ഇനി ഇതല്ല, നമ്മളോട് 1 മുതൽ ആദ്യത്തെ ടേം മുതൽ 10ാമത്തെ ടേം വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറയുവാണ്. എന്ന് പറഞ്ഞാൽ 2, 6, 18, 54 ഇങ്ങനെ എഴുതി 10ാമത്തെ ടേം അല്ല, ടേം ആണെങ്കിൽ ഇത് ഇങ്ങനെ 10 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പണ്ട് മറ്റേ അരിത്തമെറ്റിക് സീക്വൻസിലൊക്കെ പഠിച്ചതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. ഒരേപോലത്തെ 2 ഇക്വേഷൻസ്. ഒന്നാമത്തെ ഇക്വേഷൻ പഠിച്ചാൽ മതി, രണ്ടാമത്തെ അതിൻ്റെ നിന്ന് എഴുതാൻ പറ്റും. ഇനി ആദ്യ ഇക്വേഷൻ എന്താന്ന് പറയാം. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സം ഈക്വൽ ടു, മറ്റത് AR⁻n−1 ആയിരുന്നു. ഇത് A ഇൻറ്റു ബ്രാക്കറ്റിൽ വരണേ ഇനി R⁻n−1. മറന്നു പോരുത്, ഇവിടെ AR⁻n−1, n−1 മേളിലാണ്. ഇവിടെ A ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് R⁻n−1, ഈ ആറിനാണ് കേട്ടോ, എന്നിനല്ല. ബൈ ഇവിടെ R−1 എന്നല്ലേ കിടക്കുന്നത്, ആ R−1 താഴെ. കേട്ടല്ലോ? ഇതാണ് ഒരു ഇക്വേഷൻ. കേട്ടല്ലോ? ഇനി വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്, സം ഈക്വൽ ടു. ആ ഇക്വേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, നമുക്കിവിടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 6 എത്രയാണ് കിട്ടിയത്? 3 കിട്ടിയത് അല്ലേ? 6 3 കിട്ടിയത്. അപ്പോൾ ഇവിടെ 6ന് പകരം 3 ഇട്ട് കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല. 3⁻n−1/3⁻1. ഇത് ഈ താഴെ ശ്രദ്ധിച്ചേ ഒന്ന്, 3⁻1 ആൻസർ 2 വരും. കേട്ടല്ലോ? ഇനി ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ 6 നമുക്ക് 1ൽ കുറവാണെങ്കിൽ, 6 <1 ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇപ്പോൾ 6 0.5 ആയിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 0.5 - 1. അപ്പോൾ എന്ത് വരും? അവിടെ നെഗറ്റീവ് വരും. ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മേളിലും നെഗറ്റീവ് ആയിപ്പോ. അപ്പോൾ സമ്മിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എപ്പോഴാണ്? 6 1നേക്കാൾ ചെറുതാണെങ്കിൽ. കേട്ടല്ലോ? 1നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എടുത്താൽ പോരാ, ഈ ഇക്വേഷന് ചെറിയൊരു മാറ്റം വരുത്തും. ആ മാറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A ഇൻറ്റു ഒക്കെ അതുപോലെ തന്നെ ഈ R⁻n−1 ഇല്ലേ, അതൊന്ന് തിരിച്ചെഴുതും. അതെന്താണ്? 1 - R⁻n ആക്കും. ഇതൊന്ന് തിരിച്ചെഴുതും. താഴെയും നമ്മൾ തിരിക്കും, 1 - R. ഇത്രയുള്ള ഇക്വേഷൻ. എന്താണ്? നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്, ഒരേപോലത്തെ 2 ഇക്വേഷൻസ്. എന്താണ് ഇക്വേഷൻ? A ഇൻറ്റു R⁻n−1/R−1. പിന്നെ ഏതാണ്? A ഇൻറ്റു 1 - R⁻n/1 - R. ഓർത്തിരിക്കേണ്ട കാര്യം, 6 1ൽ കുറവാണെങ്കിൽ, എന്താണ്? റേഡിയസ് അല്ല, റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ 1ൽ കുറവാണെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കണം. കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. 1ൽ കുറവാണെങ്കിൽ ഇവിടെ മൈനസ് വരും, മൈനസ് വരരുത്. 1ൽ കുറവാണെങ്കിൽ ഈ 1 കഴിഞ്ഞിട്ട് വേണം 6 എഴുതാൻ. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? 2 ഇക്വേഷൻ മറക്കരുത്. എന്തൊക്കെയാണ്? A ഇൻറ്റു R⁻n−1/R−1ഉം A ഇൻറ്റു 1 - R⁻n/1 - R. 2 ഇക്വേഷൻസ് മറക്കരുത്. ഇത് വെച്ച് രണ്ടും വെച്ച് നമുക്ക് ഓരോ ചോദ്യം ചെയ്യാം. എളുപ്പമാണ്, ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദ GP. ഇത് നമ്മളോട് സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ 2 ഇക്വേഷൻ വരുന്ന കാരണം ആദ്യം നമ്മളുടെ GP എടുക്കുക.
2, 6, 18, 54 എക്സെട്ര. ഇനി രണ്ട് ഇക്വേഷൻ വരുന്ന കാരണം നമുക്ക് ഏത് ഇക്വേഷൻ എടുത്ത് വേണം ചെയ്യാൻ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇതിന്റെ കോമൺ റേഷ്യോ 6 ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര വന്നു? 3. 3 എന്ന് പറഞ്ഞത് 1നേക്കാൾ കൂടുതലല്ലേ? 1നേക്കാൾ കൂടുതലല്ലേ? എടാ 1നേക്കാൾ കൂടുതലാണെങ്കിൽ ഏത് ഇക്വേഷൻ എടുക്കണം? നമ്മുടെ സാധാ ഇക്വേഷൻ. 1നേക്കാൾ കുറവാണെങ്കിൽ 1 - r വരുന്ന സാധനം. ഇത് ഓർത്തിരുന്നേച്ചാൽ മാത്രം മതി. ഇനി എന്ത് ചെയ്യുക? നമ്മൾ സമ്മാണ് കണ്ടുപിടിക്കുന്നത് 10 ടേം ആയതുകൊണ്ട് എക്സ്റ്റേണൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ സമ്മെന്ന് എഴുതിയാലും മതി, ഒരു കുഴപ്പമില്ല. ഇക്വേഷൻ എഴുതുവാണ് a × r⁻n(1/r−1). ഈ ഇക്വേഷൻ എടുക്കാൻ കാര്യം എന്താണ്? r 1നേക്കാൾ കൂടുതലായതുകൊണ്ടാണ്, മറന്നു പോകരുത്. കേട്ടല്ലോ? ഇനി എന്ത് ചെയ്യുക? ഇനി സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. a എത്രയാണ്? a ഫസ്റ്റ് ടേം 2. r എത്രയാടാ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 3. n 10 ടേംസ് ആണ് സമ്മ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ n എത്രയാണ്? 10. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 എത്രയാണ്? 10 - 1 ബൈ താഴത്തെ എത്ര വരും? 3 - r-1. അപ്പൊ ആൻസർ എത്രയാണ്? 2 ഇൻറ്റു 3 10 - 1 എടാ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ആൻസർ 3 10 - 1 എന്നാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് 3 എത്രയാണെന്ന് കണ്ടുപിടിക്കുക, 1 കുറയ്ക്കുക. അപ്പൊ എത്രയാണ്? 59,049 ആണ് 3 അതിൻ്റെ നിന്ന് 1 കുറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആൻസർ എത്ര വരും? 59,048. ഇത്ര ഉള്ള. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യുന്നതൊക്കെ എളുപ്പമാണ്. പക്ഷെ ഈ രണ്ട് ഇക്വേഷനിൽ ഏതെടുക്കണം എന്ന് ആലോചിച്ചോളണം. 6 1ൽ കൂടുതലാണെങ്കിൽ, മോർ ദാൻ 1 ആണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ, 6 ലെസ് ദാൻ 1 ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ. എടാ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ലെസ് ദാൻ 1 വരുന്ന ഒരു ചോദ്യം ചെയ്യാം, ശ്രദ്ധിച്ചിരുന്നു? എടാ അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചടാ. എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. നേരത്തെ പറഞ്ഞ പോലെ സമ്മ് കണ്ടുപിടിക്കാനാണ്. ഓഫ് ദ ജി പി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ GP എടുത്ത് എഴുതുക. 5/2, 5/4, 5/8 എക്സെട്ര. നമ്മൾ പറഞ്ഞു ഏത് ഇക്വേഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം 6 കണ്ടുപിടിക്കണം. എങ്ങനെയാണ് 6 കണ്ടുപിടിക്കുന്നത്? രണ്ടാമത്തെ ടേമിനെ ആദ്യത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്യേണ്ടത്? സിമ്പിളാണ്. 5/4 അതുപോലെ തന്നെ എഴുതുക. ഈ താഴെയുള്ളത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഈ 5 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ എത്രയാണ്? 2/4 എന്ന് കിട്ടി. 2/4 ചെറുതാക്കുമ്പോൾ 1/2 എന്നാണ്. 1/2 എന്ന് പറഞ്ഞാൽ എന്താ? കാൽക്കുലേറ്ററിൽ അടിച്ചോ, ആൻസർ എത്ര കിട്ടും? 0.5 എന്ന് കിട്ടും. അര 1ൽ ചെറുതല്ലേ? 1ൽ ചെറുതായത് കൊണ്ട്, r ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഏത് ഇക്വേഷൻ എടുക്കണം? രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. കേട്ടല്ലോ? ഇനി സമ്മിന്റെ ഇക്വേഷൻ. സം ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? a ഇൻറ്റു എന്താണ്? രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. അപ്പോൾ 1 - r⁻n/1 - r. ഇതാണ് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യുക? a എടുത്തെഴുതണം, r എടുത്തെഴുതണം, n എടുത്തെഴുതണം. a എത്രയാണ്? a നമ്മളിത് ആദ്യത്തെ ടേം ആണ്. a എത്രയാണ്? 5/2. r എത്രയാണത്? ഇവിടെ കിടപ്പുണ്ട് 1/2. n എത്രയാണ്? മൊത്തം എത്ര ടേംസിന്റെ സമ്മാണ്? 10 ടേംസിന്റെ സമ്മാണ്. അപ്പൊ n 10. ഇനി അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു. a എന്ന് പറഞ്ഞാൽ 5/2. ഇനി എന്താണ്? ഇൻറ്റു 1 - r⁻n എന്ന് പറഞ്ഞാൽ 1/2 n എത്രയാണ്? 10 ബൈ 1 - 1/2. ഇത്രയും കിട്ടിയാ? ഞാൻ ഇപ്പുറത്ത് ചെയ്യുവാണ് ഡൈനി, ശ്രദ്ധിച്ചോളണം. 5/2 ഞാൻ അതുപോലെ തന്നെ വെച്ചു. 5/2 ബ്രാക്കറ്റിൽ 1 ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം 1/2 അത് അതുപോലെ തന്നെ കിട്ടും. ഇനി ചെയ്യാൻ തെറ്റിച്ച് കളയണ്ട. 1/2 അത് അതുപോലെ തന്നെ കിടക്കട്ടെ. ബൈ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണ്. 2 × 1 2 മൈനസ് 1 × 1 1 ബൈ 1 × 2 എത്രയാണ്? 2. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നോക്കിയേ.
5/2 അതുപോലെ തന്നെ എന്താണ് 1 മൈനസ് 1/2 ബൈ ഇതെത്ര വരും? 2 മൈനസ് 1 എത്രയാണ്? 1/2. നമ്മൾ പറഞ്ഞു താഴെയുള്ള ഒരു സാധനം മാറ്റണമെങ്കിൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പൊ മേളിലൊരു 5/2 ഉണ്ട്, പിന്നെ ബ്രാക്കറ്റിൽ എന്തുണ്ട്? 1 മൈനസ് 1/2 ഉണ്ട്. ഈ ബൈ ഈ സാധനം മാറ്റി ഞാൻ ഇൻറ്റു ആക്കി, അപ്പൊ 2/1 ആവും ഇത് തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ അല്ലേ. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ആൻസർ എന്ത് തോന്നുന്നു? 5 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 മൈനസ് 1/2 ഏറ്റവും കുറഞ്ഞത് ഇത്രയെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ 1/2 കാൽക്കുലേറ്ററിൽ അടിച്ച് എത്രയാണെന്ന് നോക്കി കുറച്ച് 5 കൊണ്ട് ഇൻറ്റു ചെയ്ത് അങ്ങോട്ട് എഴുതിക്കോളണം. കേട്ടല്ലോ? ഏറ്റവും കുറഞ്ഞത് ഇത്രയെങ്കിലും എഴുതിക്കോളണം. വലിയ പവറൊക്കെ ആണെങ്കിൽ നിങ്ങൾ വലിയ പവർ കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, അത് അതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് മാർക്ക് തരും. കേട്ടല്ലോ? അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഈ താഴെയുള്ള സാധനം കറക്കി മേളിൽ കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞോളാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ 2 ഇക്വേഷനാണുള്ളത്. ഈ 2 ഇക്വേഷനിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം R ഒന്നിൽ കുറവാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ, 1ൽ കൂടുതലാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ. 2 ഇക്വേഷനും പഠിക്കണം. ഒരെണ്ണം പഠിച്ചിട്ട് തിരിച്ചിട്ടാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. എളുപ്പമല്ലേ? അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്.